ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി പെരി പെരി ചിക്കൻ പാസ്ത റെസിപ്പിയും പിന്നെ നാട്ടിൽ നിന്ന് വന്ന അങ്കിളിൻ്റെ വൈഫുണ്ട്, അപ്പോൾ അമ്മേനെയും കാണാനൊന്ന് പോയി. പിന്നെ റീൽസിലും ടിക്ടോക്കിലെല്ലാം നമ്മളൊരു ചുരിദാറിൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് പാസ്ത റെസിപ്പി ഒന്ന് കാണാം. പിന്നെ അതിന് മുമ്പ് ഗ്രോസറി ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വന്നതേനും, അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നിങ്ങനെ എടുത്തൊന്ന് സെറ്റാക്കി വെക്കുന്നതിനും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം ഞാനിതാ ഒരു ബൗളിലോട്ട് ഒരു 10-12 റെഡ് ചില്ലി ഉണ്ടല്ലോ, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സാധാരണ ചില്ലി ഉണ്ടെങ്കിൽ അതും പകുതി എടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് വെള്ളത്തിൽ അത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം ഞാൻ വെറും കാശ്മീരി ചില്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതവിടെ സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിക്കണം. അതിനായിട്ട് ഇതാ വെള്ളം തിളക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഓയിലും പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് പാസ്ത ഇട്ടിട്ടൊന്ന് വേവിക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇതൊരു 250 ഗ്രാം ഉണ്ടാവും. അതും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വേണ്ടത് ഇതാ നമുക്ക് പെരി പെരി സോസ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള മുളകെല്ലാം വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ഈ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇതിപ്പോൾ വലിയ അല്ലി വെളുത്തുള്ളി, അതും ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി നിറയെ ഇല്ല, കുറച്ച് മല്ലിയില അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ പിഴിഞ്ഞതും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ അതും കാശ്മീരി ചില്ലി തന്നെ എടുത്തിട്ടുള്ളത്, അതും ഇട്ട് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, അത് നിങ്ങൾ പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാലും മതി. ഇനി അതും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലെഗ് പീസ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ എൻ്റെ അടുത്ത് എന്താ പറയുക, ഇവിടെ ലെഗ് പീസെല്ലാം നമ്മൾ ഫ്രൈ ചെയ്താൽ മാത്രമേ എല്ലാവരും കഴിക്കൂ, കറിയിലൊന്നും ഇട്ടാൽ അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് ഞാനത് വലിയ ലെഗ് പീസെല്ലാം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പീസായാലും അല്ലെങ്കിൽ ബോൺലെസ്സിൻ്റെ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് അങ്ങനെയെല്ലാം എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് അപ്പോൾ ഞാനിത് ആ ചിക്കനൊന്ന് വരഞ്ഞിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള സോസ് ഫുള്ളായിട്ടൊന്ന് ഇട്ടിട്ട്, ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറച്ച് ഞാനിതവിടെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ. എന്നിട്ട് ബാക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇത് മിക്സാക്കി എടുക്കാം. ഇതൊരു 10-15 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സമയം നമ്മുടെ പാസ്ത ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതാ പാസ്തയിൽ അരിപ്പയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് ഇളക്കിയിട്ട് അതോടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഇതാ പാൻ ചൂടായി ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമ്മൾ ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലോണം കിടന്ന് ഫ്രൈ ആയി പോണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ചിക്കനെല്ലാം നല്ലോണം 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂട് പോയതിന് ശേഷം ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇതാ ഇതേപോലെ. ഇനി ആ സെയിം ഓയിലോട്ട് തന്നെ
1 ടീസ്പൂൺ വെളുത്തുള്ളി ഗാർലിക് ഉണ്ടല്ലോ അത് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പേസ്റ്റൊന്നും ആക്കരുത്, ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചതോ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. ക്യാരറ്റ് ഇടാം, ബീൻസ് ഇടാം, അല്ലെങ്കിൽ പിന്നെ മഷ്റൂം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാപ്സിക്കം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അത് 2 കളറും അങ്ങനെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. അതും ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റുക, ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ. പിന്നെ ഇതിലേക്ക് നമ്മളിതാ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ആ ഒരു ചിക്കനും എന്താ പറയുക ക്യാപ്സിക്കവും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആവണം. പിന്നെ ഈ സമയത്ത് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം. ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് പാസ്തയെല്ലാം കൂടി ഇടുമ്പോൾ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക വലിയൊരു പാത്രമാകുമ്പോൾ അതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാനിതാ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതൊരു വൈറ്റ് സോസ് റെഡിയാക്കുന്ന ഞാൻ മൈദ ഒന്ന് എന്താ പറയുക അതിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റിലൊന്ന് ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ തീയിൽ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് നിറയെ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം കൈവെക്കാണ്ടൊന്നിങ്ങനെ ഇളക്കണം. ആ ഒരു മൈദയെല്ലാം ഒന്ന് കട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ടയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പറും ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഇളക്കുക. അപ്പം തന്നെ ഇത് ഒന്ന് എന്താ പറയുക ഒന്ന് കുറുകി ഒന്ന് കട്ടിയായിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പെരി പെരി സോസ് ഉണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് ഒരു 1.5 ടേബിൾ സ്പൂൺ ബാക്കി ഉണ്ട്, അത് ബാക്കി ഫുൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അത്രയും വേണമെന്ന് നോക്കുക, നല്ല സ്പൈസി ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത്രയും എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചിട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതും ഇട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കനും ക്യാപ്സിക്കലും ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കുക. ഈ ഒരു സോസും ചിക്കനും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആവണം. അവസാനം ഇതിലോട്ട് പാസ്തയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നല്ലോണം മിക്സ് ആക്കുക. മിക്സിംഗ് ആണ് ഇതിൻ്റെ എല്ലാം. അപ്പം എല്ലാം നല്ലോണം കിടന്ന് മിക്സ് ആവണം. അപ്പോൾ ഇത് 2 സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കാൻ നോക്കുക. അധികം ബലം കൊടുക്കാണ്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കുക. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി പെരി പെരി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം, എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ ഇതാ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്.
ഇപ്പോൾ ഇതാ നമ്മൾ പോകുന്നത് നമ്മൾ ഈ റീൽസിലും ടിക്ടോക്കിലെല്ലാം ഒരു സൽവാറിൻ്റെ ഷോപ്പിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് അവിടെ വരെ പോയി നോക്കിയാലോ, പെരുന്നാളെല്ലാം വരെയല്ലേ, നല്ല സൽവാറെല്ലാം ഉണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. ഇത് ദുബായ് നെഹ്ദയിലെ യൂണിയൻ കൂപ്പിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ വേറൊന്നുമില്ല, അധികം തിരക്കൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു, ആളൊന്നുമില്ല. അപ്പോൾ ഇത് എന്താ കയറുമ്പം തന്നെ നമ്മളിത് ഐസ്ക്രീമിൻ്റെ ഷോപ്പിനും കണ്ട്. അപ്പോൾ പിന്നെ നല്ല ചൂടല്ലല്ലേ, ഒരു ഐസ്ക്രീമെല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഐസ്ക്രീമെല്ലാം വാങ്ങിച്ച്. മേലെ പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള സൂപ്പർ മാർക്കറ്റെല്ലാം ഉണ്ടായിന്, എന്നാലും അവിടെ അത്ര ആളൊന്നുമില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ ഇതാ പിന്നെ ഒരു ചെടിൻ്റെ ഷോപ്പ് കണ്ട്. അപ്പോൾ ചുമ്മാ അവിടെ വേറെ ഒന്നും കാണാനൊന്നും ഇല്ലേനു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ലേനു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ചെടിയെല്ലാം കണ്ടിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രേയറിൻ്റെ ടൈമായി. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം പ്രേയർ റൂമിൽ പോയി. പിന്നെ അവിടെ അൽബൈക്കുള്ളതുകൊണ്ട് അവിടെ മാത്രം കുറച്ച് ആൾക്കാരുണ്ട്, വേറെ എവിടെയും അങ്ങനെ ആളൊന്നും ഇല്ലേനു. അങ്ങനെ പ്രേയർ റൂമിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ ഇതാ നമ്മൾ കണ്ട ആ സൽവാറിൻ്റെ ഷോപ്പിലെത്തി. അപ്പോൾ അവിടെ കുറച്ചല്ല, ഒരു 1-2 പേരിങ്ങനെ ഉണ്ടായിന്, ഒരു മലയാളീസ് തന്നെ. പിന്നെ കാര്യമായിട്ടുള്ള ഉണ്ടോയെന്ന് ചോദിച്ചാൽ നോക്കിയാൽ കുറേ നോക്കിയാലെല്ലാം എന്തെങ്കിലെല്ലാം കിട്ടും. പിന്നെ 20% സെയിലും ഓഫറും അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിങ്ങനെ കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അടുത്ത ആൾ പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഉള്ള അയാൾ കാണാണ്ട് എന്താ പറയുക കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തതാണ്. പിന്നെ ഇതാ അങ്ങനെ സൽവാറെല്ലാം നോക്കി. പിന്നെ ബ്രൈഡലിൻ്റെ കുറച്ച് കളക്ഷനും അങ്ങനെയും. കാണിക്കുന്നതിനെല്ലാം നല്ല ഓഫറുണ്ട്, അങ്ങനെ വലിയ പ്രൈസൊന്നുമില്ല, ചെറിയ പ്രൈസിന് ഭയങ്കര എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഡെയിലി വെയറെല്ലാം ഇതിനെല്ലാം പറ്റിയ പോലത്തെ ഞാൻ തോന്നും. പിന്നെ അവിടെ കുറേ മാച്ചിങ് ബാംഗിൾസും ബാഗും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം. പിന്നെ അവിടുന്ന് പിന്നെ ഇറങ്ങി പിന്നെ ഇതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനം നോക്കാനുണ്ടായിനു. അങ്ങനെ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം അതെല്ലാം നോക്കി എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ ഡിന്നറും ആക്കാം. അങ്ങനെ താഴെ അൽബൈക്ക് ഉണ്ടല്ലോ അവിടെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അൽബൈക്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അവിടുത്തെ ബർഗറാണ്, അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അവിടെ ഇപ്പോൾ എത്തിയപ്പോൾ ഇതാ നീണ്ട ക്യൂ തന്നെയായിരുന്നു. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് അവസാനം നമ്മൾ ഓർഡർ ചെയ്ത ബർഗറും കിട്ടി. പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇരിക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് പോയിക്കൊണ്ടും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടിയിൽ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്കിളിൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിന് നാട്ടിൽ നിന്ന്. അപ്പോൾ ഓരോരുത്തൊന്ന് പോകാൻ. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു കേക്ക് വാങ്ങേണ്ടിയിട്ട് ഇതാ ബ്രൗണി പോയിൻറ്റിലെത്തി, കിസൈസിലുള്ള. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ നിന്നൊരു കേക്കും വാങ്ങിച്ച്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കേക്കും എല്ലാം ഒന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. ഇവിടുത്തെ കേക്കെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളധികം ഇവിടുന്നായിരിക്കും കേക്കെല്ലാം വാങ്ങൽ. അങ്ങനെ കേക്കെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരെ പോകുന്നത് അമ്മായിൻ്റെ റൂമിലേക്കാണ്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് പോവുകയാണ്. അമ്മ ഇപ്പോൾ വന്നിട്ട് ഒരു 1 മന്തെല്ലാം ആയി തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയും എന്താ പറയുക പോകാനിറങ്ങുമ്പോൾ ഒന്നുകിൽ അമ്മായി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ തിരക്കായിരിക്കും, അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാ വീടെല്ലാം കുറച്ചൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ശരിക്കും അവിടെ വർത്താനം പറഞ്ഞിരുന്ന് സമയം പോയി. പിന്നെ ബാൽക്കണി പോയി, ബാൽക്കണി വ്യൂ എല്ലാം കണ്ട് അതും കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് ജ്യൂസെല്ലാം കുടിച്ച് പിന്നെ അതന്നെ സംസാരിച്ചിരുന്നിട്ട് സമയം പോയതേ അറിയില്ല.
പിന്നെ ലേറ്റായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളെല്ലാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.